നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കേത ഭവനത്തിൻ്റെ 4 ദിവസത്തെ വാർഷിക ധ്യാനത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ ബുധനാഴ്ച ഒന്നിച്ചു കൂടുവാൻ തന്ന ഈ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഒരിടേനും ഒരു തൊഴുത്തുമാകുന്നുള്ള വചനം അന്വർത്ഥമാക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സ്ഥാപനത്തെ തിരുമ്പാവിക്കുന്നു. 1000-ലധികം പേർ ഒന്നിച്ചുകൂടി 4 ദിവസം കർത്താവിനെ ആരാധിപ്പാൻ, ധ്യാനിപ്പാനും, വചനം ഗ്രഹിപ്പാനും ആരാധിപ്പാൻ തന്ന ഭാഗ്യകരമായ അവസരത്തിനായി നന്ദി പറയുന്നു. തന്നതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കിട്ടിയതായ അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സങ്കേത ഭവനത്തിൻ്റെയും സങ്കേത പഠനത്തിൻ്റെയും പെന്തക്കോസ്താ പെരുന്നാളിലൂടെ നടത്തുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ ശക്തി പ്രാപിച്ച ശേഷം സാക്ഷികളാണെന്നുള്ളതിനെ ഞങ്ങൾ ഓർക്കുന്നു. ആ വാർഷിക ധ്യാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതായ അനുഭവങ്ങൾ അനേകരോട് സാക്ഷിച്ചതിനെ അത് അനേകർക്ക് പ്രയോജനകരമാകുവാൻ നിങ്ങൾ തന്ന നിർദ്ദേശത്തിനായി നന്ദി പറയുന്നു. വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വരാൻ സാധിക്കാതെ പോയവർ, ആശുപത്രിയിലായിരിക്കുന്നവർ, യാത്രയിലായിരിക്കുന്നവർ, പലയിടങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നവരെല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളുടെ അഭിഷേകം ജ്വലിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ വീണ്ടും കാത്തിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിക്കാനായിട്ട് തന്നെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് മുമ്പ് ഈ വചനം നമ്മൾ ഉൾക്കൊള്ളണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ഇനി മറുപടി കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സത്യം ഓർത്തുകൊണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ദൈവവിളി ബോധത്തോടെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പിതാവിനോട് അപേക്ഷിക്കാൻ പോവുകയാണ്, അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതാണ്. നമ്മൾ കർത്താവ് ശിഷ്യരാകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് അവൻ്റെ വനപ്പാതം ജീവിക്കുവാൻ തീരുമാനമെടുത്തവരാണ്. ഇങ്ങനെ നമ്മൾ കർത്താവിനാൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഫലം കായ്ക്കുവാൻ വേദനിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മളോട് വിരോധം തോന്നുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കും എന്ന കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിയുകയും. അപ്പോൾ ലോകത്തിൻ്റെ പകയുടെ മധ്യത്തിലാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ അനുഗ്രഹങ്ങളും നല്ല ഫലങ്ങളും നമ്മൾ പുറപ്പെടുവിക്കൊണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിക്കും. അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചതിനെ അവർ അറിയായകൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. അപ്പോൾ എത്ര കൺവെൻഷൻ നടന്നാലും, എത്ര ധ്യാനം നടന്നാലും, എന്തെല്ലാം വീര്യപ്രവർത്തികൾ ചെയ്താലും, എത്ര അത്ഭുതങ്ങൾ നടന്നാലും ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടരെ ഈ ലോകത്തിൽ കാണുമെന്ന കാര്യം കർത്താവ് ഓർപ്പിക്കുന്നു. അത് നമ്മളെ കുരിശുണ്ടാക്കി തരാൻ വേണ്ടി അവരുടെ പക തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യവും ഇതവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായകൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ക്ഷമിക്കുന്നു. അപ്പോൾ യേശുവിനെ അറിയാത്തവരും അറിയുന്നവരുമായ 2 കൂട്ടർ. നമ്മൾ ഏത് കൂട്ടത്തിലാണ്? യേശുവിനെ അറിഞ്ഞു പോയാൽ, യേശുവിനെ വിളിക്കപ്പെട്ടാൽ, തിരഞ്ഞെടുക്കപ്പെട്ടാൽ, വേർതിരിക്കപ്പെട്ടാൽ അറിയാത്ത ലോകം നമ്മളെ പകച്ചുകൊണ്ടേയിരിക്കും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴിയില്ല. വാർഷിക ധ്യാനം കഴിഞ്ഞ് വെളിപ്പെട്ടതായ വചനം കൊണ്ട് അനേകർ രക്ഷപ്പെട്ടു, അനേകർ സൗഖ്യം പ്രാപിച്ചു, അനേകർക്ക് പ്രത്യാശയുണ്ടായി, അനേകർക്ക് സന്തോഷമുണ്ടായി. ഒരു കൂട്ടരുടെ ഒഴികഴിവില്ലാത്ത പാപത്തിൽ കഠിനപ്പെട്ടു പോയവരും ഉണ്ടാകാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അല്ല, യേശുവിനുണ്ടായെങ്കിൽ നമുക്കുണ്ടായിരിക്കാം. ഞാൻ വന്നവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴിവില്ല. അപ്പോൾ കർത്താവ് 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ പലരിൽ കൂടെ സംസാരിച്ചു കഴിഞ്ഞു. സങ്കേത ഭവനത്തിൽ വന്ന്
ഈ ചുറ്റുപാടിലുള്ളവരോടും ഇവിടെ വന്നവരോടും സംസാരിച്ചു കഴിഞ്ഞു. ചിലർ പാപികളായി തുടരുന്നു, ചിലർ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുവാൻ പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിന് പ്രതീക്ഷിക്കപ്പെട്ട ജീവിതം തുടരുന്നു എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ആ ഗതികേട് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്നവിടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടത് തന്നെ. അപ്പോൾ വെറുതെയുള്ള പക. നമ്മൾ യേശുവിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവേഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ വരവിനായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം പകയുണ്ടാകുന്നവരുണ്ടെന്നാണ് പറയുന്നത്. അത് അന്നുണ്ടായെങ്കിൽ ഇന്നും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ യേശുവിൻ്റെ മണവാട്ടി സഭയുടെ അംഗമായി വേർതിരിക്കപ്പെടുവാൻ കർത്താവ് കൃപായുഗം നീട്ടി തന്നിരിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കിൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിൻ്റെ അടുക്കിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് വന്ന് മഹത്വത്തിൻ്റെ സാന്നിധ്യം വന്ന ആ വലിയ സന്ദേശവുമായി വന്ന ബ്രദർ സന്തോഷ് പരിമാത്രയും ചെയ്യും പരിശുദ്ധാത്മാവിലായി നമ്മളോട് പറഞ്ഞ സത്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അത് അനേകർക്ക് സ്വാതന്ത്ര്യം നൽകി, അനേകർക്ക് പ്രത്യാശ നൽകി, അനേകരെ സൗഖ്യമാക്കി, അനേകരെ സന്തോഷിപ്പിച്ചു. 27-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 15-27 നിങ്ങൾ ആദ്യം മുതൽ എന്നോട് ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുകയും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടു. ഇരുന്നതിന് ശേഷം കർത്താവ് നമുക്ക് തരുന്ന സന്ദേശങ്ങളും അനുഭവങ്ങളുമായി എഴുന്നേറ്റ് സാക്ഷ്യം പറയുവാൻ പോകണമെന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. നിങ്ങൾ ആദ്യം മുതൽ എന്നോട് ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുകയും. ആ വചനം അനുസരിക്കുവാൻ ഇതുവരെ കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ ദൈവാത്മാവ് സാക്ഷ്യം പറയുവാൻ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം സാക്ഷ്യം പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ കൂട്ടായ്മ ഒരിടേനും ഒരു തൊഴുത്തുമാകുവാനുള്ള നമ്മുടെ സംരംഭം അതിൽ തുടരുന്നു. ഈ മുഖവരിയോടുകൂടി ഇന്നത്തെ സാക്ഷ്യം പറയുവാൻ ദൈവാത്മാവ് പ്രേരണ തന്നിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ കൂട്ടായ്മ തുടരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.